മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണാൻ സമയം ചോദിച്ച് രാഹുൽ ഗാന്ധി നാളെ നടക്കുന്ന പ്രതിഷേധ മാർച്ചിന് ശേഷം ഇന്ത്യ ബ്ലോക്ക് എംപിമാരോടൊപ്പം കാണാനാണ് അനുമതി ചോദിച്ചത്. ശരത് ലാൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ശരത്ത്, വളരെ നിർണായകമായ തെളിവുകൾ പുറത്തുവിട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ആകെ വളരെ നിർണായകമായ തെളിവുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിലേക്ക് വെച്ച ആൾ കൂടിയാണ് രാഹുൽ ഗാന്ധി. എന്നാൽ അത് സംബന്ധിച്ച് വലിയ തരത്തിൽ പ്രതിഷേധം ഉയരുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ കൂടിക്കാഴ്ചയ്ക്ക് സമയം ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് രാഹുൽ ഗാന്ധി 6 മാസത്തോളം കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ ഒരു പരിശോധനയ്ക്ക് ശേഷം വിവിധ സംസ്ഥാനങ്ങളിൽ കർണാടകയിലെയും മധ്യപ്രദേശിലെയും മഹാരാഷ്ട്രയിലെയും ഹരിയാനയിലെയും തെരഞ്ഞെടുപ്പുകൾ ചൂണ്ടിക്കാട്ടി വലിയ തരത്തിൽ വോട്ട് മോഷണം നടക്കുന്നു എന്ന ആരോപണം ഉന്നയിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPയുമായി ഒത്തുകളിച്ചാണ് ഇതിന് ഇടം ഒരുക്കുന്നത് എന്ന് കൂടിയായിരുന്നു ആരോപണം. ആ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിലാണ് വലിയ പ്രതിഷേധത്തിലേക്ക് ഇന്ത്യ സഖ്യം പോകുന്നത്. എന്തായാലും പ്രതിഷേധത്തിന് പിന്നാലെ MPമാരോടൊപ്പം നേരിട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണാനാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി സമയം ചോദിച്ചിരിക്കുന്നത്. ശരത് ലാൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ശരത്ത്, എന്തായാലും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ തെളിവുകൾ ഹാജരാക്കി തന്നെ കാര്യങ്ങൾ വിശദീകരിക്കാനാകും രാഹുൽ ഗാന്ധിയുടെ തീരുമാനം. അതെ രുചീഷെ, കാരണം വളരെ വ്യക്തമാണ്. കാരണം നാളെ പാർലമെൻറ്റിൽ ധർണയും മാർച്ചും നടത്തുന്നു. പാർലമെൻറ്റ് അകത്ത് പ്രതിഷേധമുയർത്തി 11 മണിക്ക് പാർലമെൻറ്റ് സ്തംഭിക്കുക, അല്ലെങ്കിൽ പാർലമെൻറ്റിൽ നടുത്തളത്തിൽ പ്രതിഷേധിക്കുകയോ, അതിനുശേഷം പ്രതിഷേധിച്ച ശേഷം പാർലമെൻറ്റിൽ നിന്ന് 1/2 കിലോമീറ്റർ അകലുള്ള ഇലക്ഷൻ കമ്മീഷൻ്റെ കേന്ദ്ര ആസ്ഥാനത്തേക്കുള്ള മാർച്ചാണ്. MPമാരുടെ നേതൃത്വത്തിലാണ് മാർച്ച്. രാഹുൽ ഗാന്ധി മാർച്ചിന് നേതൃത്വം നൽകും. മല്ലികാർജ്ജുന ഖാർഗെ അതുപോലെ ചിദംബരം അടക്കമുള്ള മുതിർന്ന അംഗങ്ങൾ മാർച്ചിൽ പങ്കെടുക്കും. തൃണമൂൽ കോൺഗ്രസ് പങ്കെടുക്കുന്നുണ്ട്, CPM പങ്കെടുക്കുന്നുണ്ട്. ഇവരൊക്കെ കൂടി മാർച്ചിലെത്തുകയും ഇലക്ഷൻ കമ്മീഷണർക്ക് നിവേദനം സമർപ്പിക്കുകയും ചെയ്യും. കാരണം താൻ ഇതുവരെ കണ്ടെത്തിയ എല്ലാ തെളിവുകളും ഒപ്പിട്ട് തന്നെ സത്യവാങ്ങാണോ എന്താ വേണ്ടെങ്കിൽ ആ രീതിയിൽ നൽകുമെന്നാണ് രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് അല്പസമയം മുമ്പ് നമ്മളെ അറിയിച്ചത്. ഏതായാലും നാളെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പിൽ തങ്ങൾ പ്രകടനമായി എത്തും. തങ്ങളെ കാണാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാവണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിപക്ഷ നേതാവ് ഒപ്പിട്ട ഒരു സന്ദേശം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരിക്കുന്നത്. സമയം ആവശ്യപ്പെട്ടുള്ള സന്ദേശം 11:30 മണിക്ക് ശേഷമുള്ള ഏത് സമയത്തും തങ്ങൾ കാണാൻ തയ്യാറാണ്. തങ്ങൾ കണ്ടിട്ട് മാത്രമേ മടങ്ങുകയുള്ളൂ എന്നൊരു സൂചന കൂടി ആ കത്തിലുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം നടക്കുമ്പോൾ തന്നെ ഇടപെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പല സംസ്ഥാനങ്ങളിലും ഉള്ളത്. എന്തായാലും അക്കാര്യത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തന്നെ കാണാൻ, തെളിവുകൾ ഹാജരാക്കി തന്നെ കാണാനുള്ള സമയമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ചോദിച്ചിരിക്കുന്നത്. നമുക്ക്